പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 31 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില വാർത്തകളാണ്. ഗുജറാത്തിലെ കച്ച് തീരത്ത് രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേര്, ഈ പേര് നൽകിയ രാജ്യം, പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയ അത്ലറ്റ് ആരാണ്, 2024 വനിതാ ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ആദ്യത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് വാർത്തകളാണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. പാരാളിമ്പിക്സിൽ 2 സ്വർണം നേടിയ ഇന്ത്യൻ ഷൂട്ടറുടെ പേര് ആവണി ലഖാര. 16 വയസ്സുള്ള ആവണി ലഖാര പാരാളിമ്പിക്സിൽ 2 ഗോൾഡ് ആണ് നേടിയിട്ടുള്ളത്. ഇതിലൂടെ പാരാളിമ്പിക്സിൽ 2 സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് മാറി ആവണി ലഖാര. 2020 ടോക്കിയോ പാരാളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ പാരാഷൂട്ടറായിരുന്നു ആവണി. ഇപ്പോൾ രണ്ടാമത്തത് 2024 പാരാളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം കരസ്ഥമാക്കി. ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ഥാനം എന്ന് പറയുമ്പോൾ 10ാമത്തെ സ്ഥാനമാണ്. ഇന്ത്യ മെഡൽസ് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആവണി ലഖാര ഒരു 12ാമത്തെ വയസ്സിൽ ആണ്, ഒരു ആക്സിഡന്റിലാണ് ആവണി ലഖാര അരക്ക് താഴെ പാരലൈസ് ആയത്. ഇന്ന് ഇന്ത്യക്ക് വളരെ പ്രൗഡ്ലി പറയാൻ സാധിക്കുന്ന ഒന്നാണ് ആവണി ലഖാരയുടെ ഈ ഒരു വിജയം. ഇതിനു മുമ്പ് 2 മെഡൽസ് നേടിയിട്ടുള്ള വ്യക്തിയാണ് ഹൈ ജമ്പർ ആയിട്ടുള്ള മാരിയപ്പൻ തങ്കവേലു. 2016 ഗോൾഡും 2020 സിൽവർ നേടിയിട്ടുള്ള ഹൈ ജമ്പറാണ് മാരിയപ്പൻ തങ്കവേലു. ആവണി ലഖാര 2020 ടോക്കിയോ പാരാളിമ്പിക്സിൽ SH1 ഷൂട്ടിംഗ് കാറ്റഗറിയിലാണ് സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ പ്രാവശ്യം ഇതേ തന്നെ കാറ്റഗറിയിൽ SH1 എന്ന കാറ്റഗറിയിലാണ് സ്വർണം നേടിയിട്ടുള്ളത്. 2024 പാരീസ് പാരാളിമ്പിക്സിൽ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് ആരാണ്? പ്രീതി പാൽ. ഇന്ത്യക്ക് ആദ്യത്തെ ഒരു മെഡൽ ആണ് പാരാ അത്ലറ്റിക്സിൽ. ഇത് നേടിയിട്ടുള്ളത് പ്രീതി പാൽ ആണ്. T35 എന്ന കാറ്റഗറിയിൽ 100 മീറ്റർ ഇനത്തിൽ 14.21 സെക്കൻഡിലാണ് പ്രീതി പാൽ ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത്, വെങ്കലം കരസ്ഥമാക്കിയിട്ടുള്ളത്. 23 വയസ്സുള്ള പ്രീതി പാലിന്റെ ഈ ഒരു വെങ്കല മെഡൽ പാരീസ് പാരാളിമ്പിക്സിൽ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ആണ്. ഈ ഒരു മത്സരത്തിൽ 100 മീറ്ററിന്റെ T35 എന്ന ഇനത്തിൽ ചൈനയുടെ സിയാ ഷോ 13.58 സെക്കൻഡിൽ ഗോൾഡ് കരസ്ഥമാക്കി. 2ാം സ്ഥാനത്ത് ക്യുആൻ കോ ഗോ 13.74 സെക്കൻഡിലും 3ാം സ്ഥാനത്താണ് പ്രീതി പാൽ 14.21 സെക്കൻഡിൽ ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതിലൂടെ തന്നെ നമുക്ക് വീണ്ടും ഒരു മെഡൽ ആണ് പ്രീതി പാൽ വഴി ലഭിച്ചിട്ടുള്ളത്. ഗുജറാത്തിലെ കച്ച് തീരത്ത് രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേരെന്ത്? ആസ്ന ചുഴലിക്കാറ്റ്. സൈക്ലോൺ ആസ്ന ഇപ്പോൾ ഗുജറാത്ത് കോസ്റ്റിൽ, അതായത് ഗുജറാത്ത് തീരത്ത് ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് IMD ആണ്. ഇന്നലെ, അതായത് ഓഗസ്റ്റ് 30 ഗുജറാത്തിന്റെ തീരദേശത്തും ഗുജറാത്തിന്റെ കച്ച് പ്രദേശങ്ങളിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള അറേബ്യൻ കടലിൽ രൂപാന്തരപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ് ആസ്ന. സാധാരണയായിട്ട് അറേബ്യൻ സീയിൽ, അറേബ്യൻ കടലിൽ ചുഴലിക്കാറ്റ് രൂപാന്തരപ്പെടാറില്ല. പൊതുവെ നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന ചുഴലിക്കാറ്റ് ഫോം ആകുന്നത് ബേ ഓഫ് ബംഗാളിലാണ്, ബംഗാൾ ഉൾക്കടലിലാണ്. എന്നാൽ ഇതിപ്പോൾ 3ാമത്തെ, അതായത് 1891 2023 ഇടയിൽ 3ാമത്തെ ഒരു സൈക്ലോൺ ആണ്. 3 സൈക്ലോൺ മാത്രമേ അറബിക്കടലിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ളൂ. അതായത് 1976, 1964, അതിനു മുമ്പ് 1944. 4ാമത്തേതാണ് ഇപ്പോൾ സൈക്ലോൺ ആസ്ന. ഈ ഒരു പേര് നൽകിയിട്ടുള്ളത് പാകിസ്ഥാൻ ആണ്. ഇതിന്റെ പേരാണ് സൈക്ലോൺ ആസ്ന, ദ വൺ ടു ബി അക്നോളജ്ഡ് ഓർ പ്രൈസ്ഡ്. അംഗീകരിക്കപ്പെടുകയോ പ്രശംസിക്കപ്പെടുകയോ ചെയ്യേണ്ടത് എന്നാണ് ഇതിന്റെ അർത്ഥം. ദ വൺ ടു ബി അക്നോളജ്ഡ് ഓർ പ്രൈസ്ഡ്. ഈ പേര് നൽകിയിട്ടുള്ളത് പാകിസ്ഥാൻ ആണ്. സ്പാനിഷ് നാവികസേനയുടെ ഏത് നാവിക കപ്പലാണ് 2024 ഓഗസ്റ്റ് 25 മുതൽ 27 ഓഗസ്റ്റ് 2024 വരെ INS തബാറുമായി അഭ്യാസം നടത്തിയത്? അട്ടാലിയ. INS തബാർ ഇന്ത്യൻ നേവൽ ഷിപ്പ് ആണത്. ഇതൊരു മുൻനിര യുദ്ധക്കപ്പലാണ്. ഈ ഒരു കപ്പൽ ഇന്നിപ്പോൾ പല രാജ്യങ്ങളിലൂടെ തന്നെ കടന്നു പോവുകയാണ്. ഈയടുത്ത് കടന്നു പോയിട്ടുള്ള ചില രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്പെയിൻ, സ്വീഡൻ, മൊറോക്കോ, റഷ്യ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ INS തബാർ സ്പെയിനിലെ മലാഗിൽ എത്തുകയും, അതായത് 25 ഓഗസ്റ്റിൽ എത്തുകയും 27 ഓഗസ്റ്റിന് INS തബാർ അവിടെ നിന്ന് വിടുകയും ചെയ്തു. പക്ഷേ ഈ 2 ദിവസത്തിനുള്ളിൽ മെഡിറ്ററേനിയൻ സീയിൽ വെച്ചിട്ട് INS തബാർ നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് പാസെക്സ്. അപ്പോൾ സ്പാനിഷ് നേവി ഷിപ്പ് അട്ടാലിയ എന്ന കപ്പൽ ആയിട്ടാണ് ഇന്ത്യൻ നേവിയുടെ INS തബാർ എന്ന മുൻനിര യുദ്ധക്കപ്പൽ നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ്.
പാസക്സ് എന്ന എക്സസൈസിൽ പങ്കെടുത്തിട്ടുള്ളത് സ്പാനിഷ് നേവി ഷിപ്പ് ആയിട്ടുള്ള അറ്റാലിയാണ്. ഒരു യൂറോപ്യൻ രാജ്യമായിട്ടുള്ള സ്പെയിൻ്റെ ക്യാപിറ്റൽ ആണ് മാഡ്രിഡ്. 2024 വനിതാ ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏത്? ഇന്ത്യ. 2024 വനിതാ ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻ ട്രോഫിക്കുള്ള ആതിഥ്യം ഇന്ത്യക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യ ആയിരിക്കുള്ളൂ വരാൻ പോകുന്ന നവംബർ 11 മുതൽ നവംബർ 20 വരെ ബീഹാറിലെ രാജ്ഗീർ ഹോക്കി സ്റ്റേഡിയത്തിൽ വെച്ച് ഈ ഒരു മത്സരം നടത്തുക. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ജാർഖണ്ഡിലായിരുന്നു ഈ ഒരു മത്സരം. ഈ പ്രാവശ്യം ബീഹാറിൽ ആദ്യമായിട്ടാണ് ഹോക്കിയുടെ ഒരു ഇന്റർനാഷണൽ മത്സരം നടക്കാൻ പോകുന്നത്. ഇത് ബീഹാറിലെ രാജ്ഗീർ ഹോക്കി സ്റ്റേഡിയത്തിൽ വെച്ചാണ്. നവംബർ 11 മുതൽ നവംബർ 20 വരെ 8 ഏഷ്യൻ രാജ്യങ്ങൾ ആണ് ഇതിൽ പങ്കെടുക്കുക. കഴിഞ്ഞ വർഷം ജാർഖണ്ഡിൽ നടന്നിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യയാണ് വിജയിച്ചിട്ടുള്ളത്. നേപ്പാളിലെ ആദ്യത്തെ ആരോഗ്യകരമായ നഗരവും ഏഷ്യയിലെ രണ്ടാമത്തെ ആരോഗ്യകരമായ നഗരമായി മാറിയ നഗരം ദുലിഖേൽ. ദ ഫസ്റ്റ് ഹെൽത്തി സിറ്റി ഇൻ നേപ്പാൾ. അതുപോലെ തന്നെ സെക്കൻഡ് ഹെൽത്തിയസ്റ്റ് സിറ്റി ഇൻ ഏഷ്യ. അത് നേപ്പാളിലെ ദുലിഖേൽ ആണ്. നേപ്പാളിലെ കവറെ പലാൻചോക് ഡിസ്ട്രിക്റ്റിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ദുലിഖേൽ. ദുലിഖേൽ ആണ് ഇപ്പോൾ ഏഷ്യയിലെ രണ്ടാമത്തെ ഹെൽത്തിയസ്റ്റ് സിറ്റി. അതുപോലെ തന്നെ നേപ്പാളിലെ ദ ഫസ്റ്റ് ഹെൽത്തിയസ്റ്റ് സിറ്റി. 2014 മുതൽ ദുലിഖേൽ മുനിസിപ്പാലിറ്റി ഈ ഒരു അച്ചീവ്മെന്റിന് വേണ്ടി, ഈ ഒരു നേട്ടത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദുലിഖേലിന് 65.48 പോയിന്റ് നേടിക്കൊണ്ടാണ് ഇന്ന് ഏഷ്യയിലെ രണ്ടാമത്തെ ഹെൽത്തിയസ്റ്റ് സിറ്റി ആയിട്ട് മാറിയിട്ടുള്ളത്. 2024 ഓഗസ്റ്റ് 30 അന്തരിച്ച ഏത് രാജ്യത്തിന്റെ രാജാവാണ് കിങ്കി തുഹേറ്റിയ പുറ്റാറ്റോ തേ വേറോ വേറോ 7? വല്ലാത്തൊരു പേരാണ്. വളരെ രസകരമായിട്ടുള്ള പേര്, വായിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു പേരാണ്. കിങ്കി തുഹേറ്റിയ പുറ്റാറ്റോ തേ വേറോ വേറോ 7. ഇത് ന്യൂസിലാൻഡ് രാജാവാണ്. 69 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം അന്തരിച്ചു. കഴിഞ്ഞ 18 വർഷമായിട്ട് ലീഡർഷിപ്പ് സ്ഥാനത്ത് നിന്നിട്ടുള്ള വ്യക്തിയാണ് കിങ്കി തുഹേറ്റിയ പുറ്റാറ്റോ തേ വേറോ വേറോ 7. ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതിന്റെ സ്ഥാപക ദിനം ഓഗസ്റ്റ് 28 ആഘോഷിച്ചു. BPR&D യുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് BPR&Dയുടെ ആസ്ഥാനം. BPR&D എന്നാൽ ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ഒരു ഓർഗനൈസേഷന്റെ സ്ഥാപക ദിനമായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് 28. ന്യൂഡൽഹിയാണ് BPR&Dയുടെ ആസ്ഥാനം. 1970 ഓഗസ്റ്റ് 28 ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്, രൂപീകരിച്ചിട്ടുള്ളത്. ഹെഡ്ക്വാർട്ടർ ആണ് ന്യൂഡൽഹി. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. 2024 ഓഗസ്റ്റ് 12 വിസ്താര എയർലൈൻസ് ഏത് എയർലൈൻ കമ്പനിയുമായി ലയിക്കും? എയർ ഇന്ത്യ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിസിനസ് പേജിലെ വാർത്തയാണ്. അതായത് വിസ്താര എയർലൈൻസ് എയർ ഇന്ത്യയായിട്ട് ലയിക്കാൻ പോവുകയാണ്. അതായത് 12 നവംബർ 2024 മുതൽ വിസ്താര എയർലൈൻസ് എയർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുകയാണ്. വിസ്താര എയർലൈൻസ് 2015 ജനുവരി 9 രൂപീകൃതമായിട്ടുള്ളത്. ടാറ്റ സൺസും സിംഗപ്പൂർ എയർലൈൻസിന്റെ ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു വെഞ്ചർ ആയിരുന്നു, ഒരു സംരംഭമായിരുന്നു വിസ്താര എയർലൈൻസ്. ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരുന്നു ഡൽഹി മുംബൈ. ഇതിന്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ് വിസ്താര എയർലൈൻസ് ഇത് എയർ ഇന്ത്യ ആയിട്ട് ലയിക്കാൻ പോകുന്ന ഒരു വാർത്ത. വരാൻ പോകുന്ന നവംബർ 12 വിസ്താര എയർലൈൻസ് ഇനി എയർ ഇന്ത്യയുടെ ഭാഗമാകുന്നത്. ഇന്നലെ ഓഗസ്റ്റ് 30 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ദേശീയ കായിക ദിനം ഏത് കായിക താരത്തിന്റെ ജന്മവാർഷികത്തിന്റെ ഓർമ്മയ്ക്കാണ് ആഘോഷിക്കുന്നത്? ഇതിന്റെ ഉത്തരം മേജർ ധ്യാൻചന്ദ്. ഹോക്കി വിസാർഡ് അല്ലെങ്കിൽ ദ മജിഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മേജർ ധ്യാൻചന്ദ്. ഇദ്ദേഹം 1928, 1932, 1936 വർഷങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് ഗോൾഡ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പവർഫുൾ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കിൽ ഉള്ള ഒരു ഹോക്കി താരമായിരുന്നു ധ്യാൻചന്ദ്. 185 ഇന്റർനാഷണൽ മാച്ച് കളിച്ച അദ്ദേഹം 400 ഗോൾസ് ആണ് ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. മേജർ ധ്യാൻചന്ദിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്, അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ കായിക ദിനം ആയിട്ട് ആഘോഷിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. പാരാലിമ്പിക്സിൽ 2 സ്വർണം നേടിയ ഇന്ത്യൻ ഷൂട്ടറുടെ പേര് ആവനി ലേഖര. 2024 പാരീസ് പാരാലിമ്പിക്സിൽ
പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് ആരാണ്? പ്രീതി പാൽ. ഗുജറാത്തിലെ കച്ച് തീരത്ത് രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേര്? ആസ്ന ചുഴലിക്കാറ്റ്. സ്പാനിഷ് നാവികസേനയുടെ ഏത് നാവിക കപ്പലാണ് 2024 ഓഗസ്റ്റ് 25 മുതൽ 27 ഓഗസ്റ്റ് 2024 വരെ INS തബാറുമായി അഭ്യാസം നടത്തിയത്? അറ്റാലിയ. 2024 വനിതാ ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏത്? ഇന്ത്യ. നേപ്പാളിലെ ആദ്യത്തെ ആരോഗ്യകരമായ നഗരവും ഏഷ്യയിലെ രണ്ടാമത്തെ ആരോഗ്യകരമായ നഗരവുമായി മാറിയ നഗരം? ദുലിഖേൽ. 2024 ഓഗസ്റ്റ് 30 അന്തരിച്ച ഏത് രാജ്യത്തിന്റെ രാജാവാണ് കിങ്കി ടുഹേറ്റിയ പുറ്റാറ്റോ തേ വേറോ 7? ന്യൂസിലാൻഡ്. ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതിന്റെ സ്ഥാപക ദിനം ഓഗസ്റ്റ് 28 ആഘോഷിച്ചു. BPR&D യുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. 2024 നവംബർ 12 വിസ്താര എയർലൈൻസ് ഏത് എയർലൈൻ കമ്പനിയുമായി ലയിക്കും? എയർ ഇന്ത്യ. ഇന്ന് ഓഗസ്റ്റ് 31. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്: ഹൗ മെനി ഇയേഴ്സ് കംപ്ലീറ്റഡ് ദി പ്രധാനമന്ത്രി ജൻധൻ യോജന ഓൺ 28 ഓഗസ്റ്റ് 2024? 2024 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻധൻ യോജന എത്ര വർഷം പൂർത്തിയാക്കി? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.